എനിക്ക് വന്നത് ഒരുപാട് അസുഖങ്ങളുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് ഒരു 30 വർഷമായിട്ട് ഞാന് നടുവിന്റെ ഡിസ്കിന് പ്രശ്നമായിട്ട് ചികിത്സയിലായിരുന്നു. ഒരു 30 വർഷത്തോളം. അതുപോലെ തന്നെ എൻ്റെ പെടലിയുടെ ഷോൾഡറിന് പ്രശ്നമായിരുന്നു. അപ്പൊ ഞാൻ ആയുർവേദം, അലോപ്പതി, കാരിത്താസ്, ഇൻഡോ അമേരിക്കൻ, പിന്നെ അതുപോലെ തന്നെ അതുപോലെ ഞാൻ അമൃത ഹോസ്പിറ്റലിൽ 7 വർഷത്തോളം ചികിത്സയായിരുന്നു. അങ്ങനെ ഒരു 40 ലക്ഷം രൂപയോളം എൻ്റെ ചികിത്സയ്ക്കായിട്ട് മുടക്കി. പക്ഷെ എൻ്റെ കൈയുടെ ഷോൾഡറ്, പെടലിയുടെ ഡിസ്ക്, ഈ സ്പോണ്ടിലോസിസ് ആയിട്ട് എനിക്ക് ഷോൾഡർ ബാങ്കിൽ ഇരിക്കുമ്പം പോലും കോളർ ഇട്ടുകൊണ്ടാണ് ഞാൻ ബാങ്കിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നടുവിന് ബെൽറ്റ് കെട്ടിയും ഇങ്ങനെയൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് എൻ്റെ ഈ അസുഖത്തിന് ഒരുപാട് വർഷങ്ങളോളം ചികിത്സ ചെയ്തിട്ടും മാറ്റമില്ലാതെ വന്ന ഞാൻ ഹലോ, പറഞ്ഞോളൂ മേഡം, കേൾക്കാം, പറഞ്ഞോളൂ. എനിക്ക് ഈ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്തിട്ടും കുറവില്ലാതെ വന്നു. ഞാൻ നടുവിനാണെങ്കിൽ തന്നെയും ബാങ്കിൽ പോയിരിക്കുമ്പോഴേത്തിന് എനിക്ക് വേദന കാരണം ഇരിക്കാൻ വയ്യാത്ത അവസ്ഥ. അതുപോലെ തന്നെയാണ് ഈ എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേത്തിനും തലയങ്ങ് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ, എവിടെയെങ്കിലും കിടക്കണമെന്നുള്ള ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ, നിരവധി പ്രശ്നങ്ങളാണ്. കാരണം സ്പോണ്ടിലോസിസിന്റെ പ്രശ്നം ഒരു ഭാഗത്ത്, പിന്നെ തലയ്ക്കകത്ത് വേദന, എനിക്ക് കമ്പ്യൂട്ടറെ നോക്കി ഒരു നിമിഷം പോലും ഇരിക്കാൻ വയ്യാത്ത ഒരവസ്ഥ. അപ്പം ഇങ്ങനെ ഞാൻ ആയുർവേദ ട്രീറ്റ്മെന്റുകൾ ഈ 30 വർഷത്തിനോടെ 9 പ്രാവശ്യം കോട്ടയത്ത് വൈസ്കര കിടന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. 3 മാസം വീതം. ഈ 30 വർഷത്തിനോടെ 3 മാസം അവിടെ ഹോസ്പിറ്റലിൽ കിടന്നു. ഓരോ പ്രാവശ്യം 9 പ്രാവശ്യം അങ്ങനെ അവിടെയും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് എടുത്ത സന്ദർഭത്തിലും ഒക്കെയും അന്നേരം തൽക്കാലത്തേക്ക് നമുക്ക് ഈ അസുഖത്തിനൊരു കുറവ് വരും. പിന്നീട് ആ അസുഖം വീണ്ടും ഒരു 6 മാസം കഴിയുമ്പം വീണ്ടും അതേ പഴയ അവസ്ഥ തന്നെയാകും. അങ്ങനെ വന്ന് ഞാൻ വളരെയധികം വിഷമിച്ചു. ജീവിതത്തിലെ ഈ ഒരു അസുഖം കാരണം കൊണ്ട് വളരെയധികം വേദന അനുഭവിച്ച കാരണം കൊണ്ട് ഇനിയിപ്പോൾ ഒന്നും രക്ഷയില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ വരെ എത്തിച്ചേർന്നു. കാരിത്താസിൽ നിന്നാണെങ്കിൽ എൻ്റെ മുട്ട് 2 ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഒരു 25 വർഷം മുമ്പ് പറഞ്ഞതാണ്. അതുപോലെ തന്നെ നട്ടെല്ലിൻ്റെ ഡിസ്കിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പെടലിയുടെ ഡിസ്ക് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ ഈ എല്ലാ ഡിസ്കുകളും മാറ്റി വെച്ചുള്ള ഒരു ഓപ്പറേഷൻ ആകും. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടായ അനുഭവത്തിൽ എനിക്ക് 2022 ഈ പ്രോഡക്റ്റ് ഒന്നും പരിചയപ്പെടുവാനും അറിയുവാനും കഴിഞ്ഞത്. ആദ്യമൊന്നും ഇതേക്കുറിച്ച് കേട്ടിട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം ലക്ഷക്കണക്കിന് 40 ലക്ഷം രൂപയോളം ഞാൻ എൻ്റെ ട്രീറ്റ്മെന്റിനായിട്ട് മുടക്കി. അപ്പോൾ ഒന്നും മാറാത്തത് ഈ നിസ്സാരം ഇവര് പറയുന്നത് കേട്ടോണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് പറഞ്ഞവര് കേട്ടോണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ ഈ അസുഖം യാതൊരു കാരണവശാലും മാറത്തില്ലെന്നും കുറയത്തില്ലെന്നും ഉള്ള ഒരു വിശ്വാസത്തിൽ ഞാനത് പറയാൻ വന്നവരെ തന്നെ ആദ്യം തിരസ്കരിച്ച് വിടുകയായിരുന്നു ചെയ്തത്. അപ്പം ഇത് ഒരിക്കലും മാറത്തില്ല, ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ മാറുമെന്ന് യാതൊരുവിധ വിശ്വാസവും ഇല്ലായിരുന്നു. എന്താണെങ്കിലും ഞാൻ തീർത്തും കിടപ്പായി പോകുന്ന ഒരവസ്ഥ, എൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ എനിക്ക് തീർത്തും നടക്കാൻ വയ്യാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരുകയും ഈ പ്രോഡക്റ്റ് എൻ്റെ ഒരു സഹോദരി കൊണ്ടുവന്ന് തന്നു. അപ്പോഴും ഞാൻ കഴിക്കാൻ തയ്യാറായില്ല. എൻ്റെ കിഡ്നി അടിച്ചു പോകും, അല്ലെങ്കിൽ എൻ്റെ ലിവർ പോകും, ഇങ്ങനെയുള്ള ഭയം കൊണ്ട് തന്നെ ഞാനിത് ഉപയോഗിക്കാതെ ഇരുന്നു. അവസാനം തീർത്തും കിടപ്പായി പോകുന്ന അവസരത്തിൽ
അവളിവിടെ കൊണ്ട് വെച്ചേച്ചു പോയി. എൻ്റെ ഒരു അച്ഛൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മോളായിരുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കാൻ പറഞ്ഞ് ഇവിടെ കൊണ്ട് വെച്ചേച്ചു പോയി. അവസാനം ഏതായാലും മരണമാണ് എൻ്റെ മുന്നിൽ കാണുന്ന ഒരവസ്ഥ. അപ്പം ഞാൻ ഏതായാലും എന്നാൽ ഈ വെച്ചേച്ചു പോയ പ്രോഡക്റ്റ് എടുത്ത് കഴിച്ചു. ആദ്യത്തെ ഒരു 1-2 മാസം എനിക്ക് അത് ശക്തമായ വേദന കൂടി. അപ്പം അവരെ കുറെ ആവശ്യമില്ലാതൊക്കെ പറയേണ്ട ഒരു അവസ്ഥ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴും അവര് പറഞ്ഞു അത് കഴിച്ചു, അസുഖം മാറുമെന്ന് പറഞ്ഞു. എന്തായാലും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ഈ പ്രോഡക്റ്റുകളെല്ലാം, അത് എനിക്ക് നടുവേദനയ്ക്കാണ് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത്. നടുവേദനയ്ക്ക് നോവേദന ക്യാപ്സൂള്, നമ്മുടെ ചാമ്പി തൈലം പറയാതിരിക്കാൻ പറ്റുകയില്ല. ചാമ്പി തൈലം എൻ്റെ നടുവിന് ഇന്നും ഞാനിപ്പോ ഇതിലേക്ക് കടന്നു വന്നിട്ട് 5 വർഷം കഴിഞ്ഞ്, ഈ 5 വർഷമായിട്ട് നിർത്താത്ത ഒരു സംഗതിയാണ് ചാമ്പി തൈലം എന്ന് പറയുന്നത്. ചാമ്പി തൈലം എൻ്റെ ശരീരം സകലം ഞാൻ എല്ലാ ദിവസവും തേക്കും. അപ്പൊ ചാമ്പി തൈലമാണ് എനിക്ക് എൻ്റെ ഈ നട്ടലിനും പെടലിക്ക് വേദനയ്ക്കും ഷോൾഡർ വേദനയ്ക്കും ഒക്കെ ഞാൻ ചാമ്പി തൈലം ഉപയോഗിച്ചു. നോവേദന ക്യാപ്സൂള്, അതുപോലെ 95 ഏതാണ്ട് 27 പാക്കറ്റ് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുക. ന്യൂട്രിലൈഫ്, പ്രോട്ടീൻ പൗഡർ എന്ന് വേണ്ട നമ്മുടെ ഒട്ടുമുക്കാൽ പ്രോഡക്റ്റുകളും ഈ ഒരു അതുപോലെ തന്നെ എനിക്ക് തലയിൽ ചാമ്പി തൈലം വെച്ചു കുളിക്കും. കാരണം മൈഗ്രെയിൻ്റെ മൈഗ്രെയിൻ കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു ബാങ്കിൽ ചെന്നിരുന്നാൽ എനിക്ക് കമ്പ്യൂട്ടറെ നോക്കാൻ വയ്യാത്ത ഒരവസ്ഥയായിരുന്നത്. ഞാനൊരു 5 തലവണയൊക്കെ വെച്ചായിരുന്നു അന്നൊക്കെ കിടന്നുകൊണ്ടിരുന്നത്. പൊക്കി വെച്ച് കിടന്നാലും എനിക്ക് വേദന, വീട്ടിൽ വന്ന് തലയിൽ തോർത്തൊക്കെ വലിച്ചു കെട്ടി കിടക്കുമായിരുന്നു. കാരണം അത്ര അധികം ഭയങ്കര വേദനയായിരുന്നു. അതിനെല്ലാം വലിയൊരു പരിഹാരം ചാമ്പി തൈലം തന്നെയാണ്. അതുപോലെ തന്നെ 95 എനിക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു പ്രോഡക്റ്റാണ് 95. ഇതെല്ലാം ഉപയോഗിച്ചു ഇന്നിപ്പം എൻ്റെ പെടലിയുടെ ഡിസ്കിന്റെ വേദന, ഷോൾഡർ വേദന, ഈ മൈഗ്രെയിൻ്റെ പ്രശ്നം, നടുവിൻ്റെ പ്രശ്നം, ഇതിനെല്ലാം വലിയൊരു പരിഹാരം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഈ പ്രോഡക്റ്റിലൂടെ, ഇത് കഴിച്ചതിലൂടെ. ഞാൻ 7 വർഷം അമൃത ഹോസ്പിറ്റലിൽ ചികിത്സ ചെയ്തിട്ടും മാറാഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ പ്രോഡക്റ്റിലൂടെ മാറാൻ പറ്റിയത്. അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് 58 വർഷമായിട്ട് ശ്വാസം മുട്ടലുള്ളതാണ്. 58 വർഷമായിട്ട് ഞങ്ങൾ കൊറോണ ടൈമിൽ അമ്മയും കൊണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടക്കുന്ന സന്ദർഭത്തിൽ ഡോക്ടർമാർ പറഞ്ഞു അമ്മയുടെ ശ്വാസകോശം കംപ്ലീറ്റ് ചുരുങ്ങിപ്പോയി. അപ്പോൾ അമ്മയ്ക്ക് വേറെ ഇനി ഒന്നും ചെയ്യാനില്ല. അമ്മയ്ക്ക് ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട്, ഭക്ഷണം ഇറങ്ങിപ്പോകത്തില്ല. അത് അമ്മ പറയുന്നത് എൻ്റെ തൊണ്ട മുഴുവനും മുടി തങ്ങിയിരിക്കുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അമ്മയ്ക്ക് ഭക്ഷണം ഇറങ്ങിപ്പോകാതെ വന്നു. അപ്പോഴാണ് അമ്മയ്ക്ക് ശ്വാസകോശം കംപ്ലീറ്റ് ചുരുങ്ങിപ്പോയി. ഇനി ഭക്ഷണമൊന്നും അമ്മയ്ക്ക് കഴിക്കാൻ, വെള്ളമായിട്ട് എന്തെങ്കിലും മാത്രമേ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങളെ ഉപേക്ഷിച്ച് വിടുന്നു. എന്ത് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിൽ വളരെ വിഷമിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അമ്മ കിടത്തിയ സന്ദർഭം ഈ ഒരു അവസരത്തിൽ വന്നതുകൊണ്ട് നമ്മുടെ 95 കവചപ്രാശം, ന്യൂട്രിലൈഫ് ഇതെല്ലാം കൊടുത്തിട്ട് പരിപൂർണമായിട്ടും അമ്മയുടെ ശ്വാസം മുട്ടൽ 50 ഇൻഹെയിലർ വലിക്കാൻ തുടങ്ങിയിട്ട് 35 വർഷമായി. ഇൻഹെയിലർ ഉപയോഗം നിർത്തി. അതുപോലെ തന്നെ അമ്മയുടെ ശ്വാസം മുട്ടല് പരിപൂർണമായിട്ട് മാറി. ഇന്നിപ്പം അമ്മയ്ക്ക് നല്ല ആരോഗ്യത്തോടു കൂടി നടക്കണം. പിന്നെ അതിനോടിടയ്ക്ക് അമ്മയ്ക്ക് മറ്റ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സോറിയാസിസ് അമ്മയുടെ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോഴേ അമ്മയ്ക്ക് സോറിയാസിസ് പ്രായാധിക്യം കൊണ്ട് അമ്മയ്ക്ക് 88 വയസ്സുണ്ട്. അപ്പം അമ്മയ്ക്ക് സോറിയാസിസ് ശരീരം മുഴുവനും ആയിക്കഴിഞ്ഞു. ഒരു വല്ലാത്ത അവസ്ഥയിൽ മാനസികമായിട്ടും അമ്മ വളരെയധികം തളർന്നായിരുന്നു. കാരണം ഓർമ്മക്കേടുണ്ടായി. ആ ഒരു അവസ്ഥയും കൂടെ വന്നു കഴിഞ്ഞ് സോറിയാസിസുമായി അമ്മ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ. അമ്മയെ ഞങ്ങൾ ബലമായിട്ട് അടച്ചിടേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരെ എത്തിച്ചേർന്നു പോയത്. പക്ഷെ 95 കൊടുത്താണ് അമ്മ പകുതി മുക്കാലും ചത്ത ഒരവസ്ഥയിലാണ് അമ്മയെ അന്ന് കൊണ്ടുപോയെങ്കിൽ ആ 95 ആണ് അമ്മയെ രക്ഷിച്ചതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം
അത്രയ്ക്ക് വലിയൊരു മാറ്റമാണ്. ഓക്സിജൻ അമ്മയുടെ ഉള്ളിൽ ചെന്നതുകൊണ്ട് മാത്രമാണ് അമ്മ അന്ന് ജീവിച്ചിരുന്നത്. ഇന്നിപ്പം അമ്മ ഓടിച്ചാടി നടക്കുന്നുണ്ട്, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ വളരെ ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും എൻ്റെ വീട്ടിൽ കിട്ടിയ അനുഭവങ്ങൾ മാത്രമേ ഇപ്പം ഞാൻ നിരവധി ആളുകൾക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇനിയും പറയാൻ പോയാൽ ഇന്നത്തെ ദിവസം കൊണ്ടൊന്നും തീരത്തില്ല. അതുപോലെ അനുഭവമുണ്ട്. അതുപോലെ എൻ്റെ അനിയത്തിയുടെ കാര്യങ്ങള് അവള് തന്നെ പറയട്ടെ. എന്റെ പേര് ശോഭന എന്നാണ്. ഞാൻ എലമെന്റ്സിന്റെ ഇതില് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഞാൻ വാഗമണ്ണില് ആണ് ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു പശുവിന്റെ ഫാമിലാണ്. കഴിഞ്ഞ 3 വർഷം മുന്നേ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തില് എനിക്ക് പെട്ടെന്ന് ബ്ലീഡിങ് വരികയും അതിഭയങ്കരമായി ബ്ലീഡിങ് വന്ന് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കേണ്ട സാഹചര്യം വന്നു. അവിടെ അഡ്മിറ്റ് ആവുകയും അഡ്മിറ്റ് ആയപ്പം 6.5 മാത്രമേ ഉള്ളൂ ബ്ലഡിന്റെ നില. അന്നേരം ഡോക്ടർ വേഗം തന്നെ ബ്ലഡ് കയറ്റണമെന്ന് പറഞ്ഞു. ബ്ലഡ് കയറ്റാൻ പോലും എനിക്ക് പറ്റാത്ത അവസ്ഥ. ബ്ലഡിനകത്തുള്ള കെമിക്കല് പോലും എനിക്ക് അലർജിയാണ്. ആ ഒരവസ്ഥയാണ്. അതായത് മുഴുവൻ മരുന്നുകളും ഇംഗ്ലീഷ് മരുന്നുകളും, ഈ പാരസിറ്റാമോൾ തൊട്ട് വലിയ മരുന്നുകൾ തൊട്ട്, അതായത് ചിലപ്പോൾ ഒരു വിക്സ് ഗുളിക കഴിച്ചാൽ പോലും അതുപോലും എനിക്ക് പിടിക്കാത്തൊരവസ്ഥയാണ്. അത്രയ്ക്ക് മേൽ ഇതായി പോയായിരുന്നു എൻ്റെ ശരീരത്തില്. അതുപോലെ തന്നെ തൈറോയിഡും കൂടുതലായിരുന്നു. മുഴുവൻ ഇംഗ്ലീഷ് മരുന്നും അലർജി ഉള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പം എനിക്ക് ഡോക്ടർ പറഞ്ഞു വേഗം യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ യൂട്രസ് റിമൂവ് ചെയ്യണമെങ്കിൽ, യൂട്രസ് എടുത്തു മാറ്റണമെങ്കിൽ തന്നെയും നമുക്ക് തരുന്ന ഇംഗ്ലീഷ് ആന്റിബയോട്ടിക് മരുന്നുകൾ ഇഞ്ചക്ട് ചെയ്തിട്ടല്ലേ പറ്റുള്ളൂ. അപ്പൊ അത് നോക്കിയപ്പോഴും ആ 40ഓളം മരുന്നുകൾ വീണ്ടും അലർജിയാണ് കാണിക്കുന്ന ശരീരം. അപ്പത്തേക്ക് ഹൈലി, അതായത് ഭയങ്കര റിസ്ക് ആയുള്ള ഒരു പേഴ്സൺ ആണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. ചേച്ചി ഈ ഒരു പ്രോഡക്റ്റുകൾ ചെയ്യുന്നു. എനിക്കിതൊക്കെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ള മിറക്കിൾ പ്രോഡക്റ്റ് എന്നാണ്. അത്രയ്ക്കാണ് ചേച്ചി. എനിക്ക് അവിടെ വെച്ച് തന്നെ 95ഉം നമ്മുടെ ഫീലിംഗ് അയൺസ് ക്യാപ്സൂളും ഫീലിംഗ് അയൺ സിറപ്പും അവിടെ വെച്ച് തന്നെ ചേച്ചി ഡോക്ടർമാരെ അറിയാതെ എനിക്ക് മെഡിക്കൽ കോളേജിനകത്ത് വെച്ച് തന്നുകൊണ്ടിരുന്നു. അങ്ങനെ അത്ഭുതകരമായിട്ട് അവിടെ 9 ദിവസം കിടന്നെങ്കിൽ പോലും ഒരു ഇംഗ്ലീഷ് മരുന്ന് പോലും എൻ്റെ ശരീരത്തിൽ ചെയ്യാൻ പറ്റാതെ വന്നു. ഡോക്ടർമാര് പറഞ്ഞു അയൺ ഗുളികകള് അവിടുന്ന് തന്നെ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് എന്നെ വെളിയിലേക്ക് വിട്ടു. ഇവിടെ വന്ന് ഈ PCODക്ക് ഞാൻ വിമൺ കമ്പാനിയനും സൈക്ലോവായും 3 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് 95ഉം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു. ഇന്ന് എൻ്റെ 7.5 ഉണ്ടായിരുന്ന മുഴയായിരുന്നു PCODയുടെ. അത് വളരെയധികം ചുരുങ്ങിയതായിട്ട് കാണാൻ പറ്റി. 3 മാസം കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ. അതുപോലെ തന്നെ തൈറോയിഡ് 17.5 ആയിരുന്നു. അത് 5.5 ആയി. നമ്മുടെ പൈ ഹെൽത്ത് കഴിച്ച് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എനിക്ക് എല്ലാ ഫുഡുകളും, എനിക്ക് പ്രത്യേകിച്ച് നമ്മുടെ ലേഡീസിനോട് പറയാനുള്ളത്, ബ്ലീഡിങ് ഇല്ലാത്തവരില്ല. ചെല്ലുമ്പോഴേ ഹോസ്പിറ്റലുകാർ പറയും നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തോ, യൂട്രസ് റിമൂവ് ചെയ്തോളാം പറയും. ചെയ്യരുത്, നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ മാത്രം ചെയ്താൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായ അലർജിയുടെ പ്രശ്നം, ഫുഡിനും അലർജി ഉണ്ടായിരുന്നു. ഒരു പ്രോട്ടീൻ ചേർന്ന പയറ് വർഗത്തിൽപ്പെട്ട ഒരു സാധനങ്ങളും, ചെറുപയർ, വൻപയർ, നിലക്കടല, അണ്ടിപ്പരിപ്പുകള് ഒന്നും ഉപയോഗിക്കത്തില്ല. ഒരു പായസം പോലും കഴിച്ചാലേ അതിനകത്ത് അണ്ടിപ്പരിപ്പ് നീക്കി വെച്ചിട്ടാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അത്രമേൽ എനിക്ക് ഭക്ഷണത്തിനും അലർജി ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഇവിടെ ചേച്ചി എന്നോട് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ, നീ അത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ആന്റി അലർജിയും ബ്ലഡ് പ്യൂരിഫയറും 95ഉം അത് മുടങ്ങാതെ കഴിച്ചു. അത് മുടങ്ങാതെ കഴിച്ചതിലൂടെ ഇന്ന് എനിക്ക് എല്ലാ ഭക്ഷണങ്ങളും, പരിപ്പൊക്കെ കഴിക്കുമ്പം, അല്ലെങ്കിൽ ഞാനൊരു സദ്യക്ക് പോയാൽ പരിപ്പ് കഴിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു പായസം എല്ലാം അണ്ടിപ്പരിപ്പ് എല്ലാം മാറ്റി വെച്ച്, ഇന്നിപ്പോ ചേച്ചി എന്നോട് പറഞ്ഞു ചെറുപയർ കഴിഞ്ഞ ആഴ്ചയിലും വെച്ച് നീ ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയല്ലേ. ഞാൻ പറഞ്ഞു ഇതെല്ലാം കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എല്ലാ ഫുഡുകളും എല്ലാം ഇത് കഴിക്കുന്നുണ്ട്. എനിക്ക് അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ പരിപൂർണമായിട്ട് മാറി എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ അവിടുത്തെ കാലാവസ്ഥ, ഞാൻ വാഗമണ്ണിലാണ് ജോലി ചെയ്യുന്നത്, മോശമാണ്. അപ്പം നമ്മള് അവിടെ ചെന്ന് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിലും പനി അങ്ങനെയുള്ളതൊക്കെ വരും. അപ്പൊ ഞാൻ എനിക്ക് പനിക്ക് പോലും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കത്തില്ല. ഞാൻ ഇവിടുന്നൊക്കെ ചിലപ്പം
നമ്മുടെ ബിലോ 37-ഉം കഫ്നീലുമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കത്തില്ലാത്തതുകൊണ്ട് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളാണ് എനിക്ക് ഈ പ്രോഡക്റ്റിൽ നിന്നുണ്ടായത്. എനിക്കൊരു ഇംഗ്ലീഷ് മരുന്നും ഹോമിയോ മരുന്നും ആയുർവേദത്തിന്റെ പോലും ഡയറക്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്താണെന്നറിയത്തില്ല, ഈ പ്രോഡക്റ്റുകള് എനിക്ക് ഒന്നുമേ തന്നെ അലർജി ആയിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ എനിക്ക് എന്റെ മുടിയെല്ലാം മുഴുവൻ നരച്ചു പോയിരുന്നു. നമ്മുടെ ഹെയർ ഡൈ ആണ് ഇന്ന് ഉപയോഗിക്കുന്നത്. മറ്റുള്ള എല്ലാ ഹെയർ ഡൈകളും അലർജി ആയി പോയിരുന്നു. അപ്പൊ നമ്മുടെ ഹെയർ ഡൈ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇതുവരെ അലർജി വന്നിട്ടില്ല. എനിക്ക് ഒരുപാട് ഞങ്ങളുടെ അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞതിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ഇന്നും അമ്മ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഞാനും ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നതില് ഒരു ഇംഗ്ലീഷ് മരുന്ന് പോലും കഴിക്കാതെ ആരോഗ്യത്തോടെ ഇരിക്കുന്നെങ്കിൽ നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ കൊണ്ട് മാത്രമാണ്. എനിക്ക് ഇതിനെ പറയാനുള്ള മിറക്കിൾ പ്രോഡക്റ്റ് എന്നാണ്. അത്രയ്ക്ക് എനിക്ക് അത്ഭുതകരമായ മാറ്റമാണ് എനിക്കുണ്ടായത്. ഇന്ന് മീറ്റിങ്ങിനായി വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സാറിനോടും എല്ലാവരോടുമുള്ള എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് സാറേ. ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു സാർ. ഓക്കെ താങ്ക് യു ഓമന മാഡം, ശോഭന മാഡം, രണ്ടുപേർക്കും വലിയൊരു നന്ദി സ്നേഹം അറിയിക്കുകയാണ്. കാരണം വെച്ചാൽ ഈ ഒരു അനുഭവങ്ങൾ ചെറുതല്ല. കാരണം എന്ത് ഫുഡ് കഴിക്കുമ്പോഴും അലർജി അല്ലേ? വളരെ ചുരുക്കം ഭക്ഷണം മാത്രമേ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണ്? അപ്പോ ആ ഒരു മരുന്നുകൾക്ക് പോലും അനവധി മരുന്നുകൾക്ക് പോലും അലർജി ഉണ്ടായിരുന്ന സമയത്ത് വളരെ നിർബന്ധിച്ച് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു. പക്ഷേ ഇതിന് അത്ഭുതം എന്നോണം എല്ലാ അലർജികളും മാറി നിലവിൽ ആരോഗ്യത്തെ ജീവൻ തന്നെ തിരിച്ചു കിട്ടുമെന്ന് പറയാൻ പറ്റും. അത്രത്തോളം അനുഭവങ്ങളാണ് രണ്ടുപേർക്കും ഉള്ളത്. ആ ഒരു വലിയ അനുഭവങ്ങളൊക്കെ തന്നെ ഇന്ന് നമ്മള് ജോലിയോടൊപ്പം തന്നെ നമ്മുടെ ബിസിനസ്സും ഉൽപ്പന്നം റെക്കമെൻഡ് ചെയ്യുവാനൊക്കെ തന്നെ സാധിക്കുന്നു. നന്നായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ധാരാളം തന്റെ അനുഭവങ്ങളൊക്കെ തന്നെ ധാരാളം ആൾക്കാരുടെ ജീവിതത്തിൽ ആരോഗ്യപരമായി വലിയ മാറ്റം ഉണ്ടാക്കുന്നതിനുള്ള വലിയ ആത്മവിശ്വാസമായിട്ട് മാറട്ടെ, അറിവായിട്ട് മാറട്ടെ, ധാരാളം റെക്കമെൻഡ് സാധിക്കട്ടെ. ഈ ബിസിനസ്സിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ.